അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ ട്രംപും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അധികാരമേറ്റെടുക്കുന്ന ദിവസം ഇന്ത്യയുടെ എസ് ജയശങ്കർ അടക്കം പങ്കെടുക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആ ഒരു ചടങ്ങിൽ കുറച്ച് ദൂരെയാണെങ്കിൽ പോലും നിന്ന് പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ ഖാലിസ്ഥാൻ ഭീകരവാദി ഗുർപന്ത്വങ് സിംഗ് പന്നു എന്ന് പറയുന്ന വ്യക്തി ഉണ്ട് എന്നുള്ളത് സത്യത്തിൽ അമേരിക്ക ആകെ നാണം കെടുത്തിയിരിക്കുകയാണ്. പന്നു പരസ്യമായി തന്നെ വീഡിയോകളിലൂടെ ബോംബാക്രമണം നടത്തും, ഇന്ത്യയിലെ എയർക്രാഫ്റ്റുകൾ തകർക്കും, ഇന്ത്യയിൽ സ്ഫോടനങ്ങൾ നടത്തും എന്നൊക്കെ നിരന്തരം പറയുന്ന ഒരാളാണ്. ഇയാളുടെ വീഡിയോ ഇന്റർനെറ്റിൽ വൈറലാകാറുമുണ്ട്. പൊതുവെ ഇന്ത്യയാണ് ഇയാളെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിലും ഭീകരവാദവുമായിട്ടുള്ള ഇയാളുടെ ആ ഒരു പങ്കാളിത്തത്തെ അല്ലെങ്കിൽ അതിലുള്ള ഇയാളുടെ ബന്ധത്തെ ലോകത്തിന് മുഴുവൻ നന്നായിട്ട് അറിയാം. അമേരിക്കയിലും കാനഡയിലുമൊക്കെ നിന്നുകൊണ്ട് ഇയാള് ഇന്ത്യക്കെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ലോകം മുഴുവൻ കേൾക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പോലും പലപ്പോഴും വാർത്തയായിട്ടുമുണ്ട്. അപ്പോ ട്രംപിനെ പോലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് ആ ഒരു ചടങ്ങില് ട്രംപ് നേരിട്ട് ക്ഷണിക്കാതെ തന്നെ അദ്ദേഹത്തിന് അമേരിക്കൻ ഗവൺമെന്റിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് പന്നുവിനുള്ള സ്വാധീനത്തെ ഉപയോഗിച്ചുകൊണ്ട് പന്നു പൈസ കൊടുത്ത് ടിക്കറ്റ് ഒപ്പിച്ച് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് ഖാലിസ്ഥാൻ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തത് സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് വലിയ നാണക്കേടായിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്ക ബന്ധത്തിലും ഇത് വളരെയധികം ആഘാതമേൽപ്പിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. ഇവിടെയാണ് നമുക്കിപ്പോൾ ചില ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ചിലപ്പോൾ അമേരിക്ക ഇയാളുടെ പൗരത്വം റദ്ദാക്കി ഇന്ത്യക്ക് കൈമാറാനുള്ള സാധ്യത വരുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. അതായത് ട്രംപ് നല്ല ദേഷ്യത്തിലാണ്, കട്ട കലിപ്പിലാണ് ഈ സംഭവത്തെ തുടർന്ന്. ഒന്നാമത് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾക്ക് ഈ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളുമായും ആ പാർട്ടിയുമായും ബന്ധമുള്ള ആൾക്കാരെ പൊതുവെ കണ്ടുകൂടാ. ഇപ്പൊ ബിസിനസ്സിൽ പോലും ഇത് വ്യക്തമാണ്. എന്ന് വെച്ചാൽ അമേരിക്കയിലെ ബിസിനസ്സുകാരെടുത്താൽ ഒരു കൂട്ടര് സപ്പോർട്ട് ചെയ്യുന്നത് ഡെമോക്രാറ്റുകളെയാണ്, മറ്റൊരു കൂട്ടര് സപ്പോർട്ട് ചെയ്യുന്നത് റിപ്പബ്ലിക്കുകളെയാണ്. ഇപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടരിൽ പ്രധാനിയാണ് നമ്മുടെ ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇലോൺ മസ്കിനെയും അല്ലെങ്കിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് ബിസിനസ്സുകാരെയുമായിരിക്കും അവർ പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി പരിശ്രമിക്കും. ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അവർക്കൊപ്പം നിൽക്കുന്ന ബിസിനസ്സുകാരെ അവർ സപ്പോർട്ട് ചെയ്യും. അതുപോലെ രാഷ്ട്രീയമായിട്ട് ഗ്ലോബലി നമ്മൾ നോക്കിയാൽ ഇപ്പോ ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ഷേഖ് ഹസീന സർക്കാരിനെ ആയിരിക്കാം. കാരണം റിപ്പബ്ലിക്കൻസ് ആണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായിട്ടുള്ള യൂനിസ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ട്രംപ് അതിന് എതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നത്. അതുപോലെ ഡെമോക്രാറ്റുകളാണ് ഖാലിസ്ഥാൻ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് അതിന് എതിരായിട്ടുള്ള നിലപാടെടുക്കുന്ന ആളാണ്. അപ്പോൾ ആ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങില് ക്ഷണിക്കാതെ ഖാലിസ്ഥാനി ഭീകരവാദിയായിട്ടുള്ള ഒരുത്തൻ വന്ന് പങ്കെടുക്കുക മാത്രമല്ല, അയാൾ അവിടെ നിന്നുകൊണ്ട് ഖാലിസ്ഥാൻ മുദ്രാവാക്യവും മുഴക്കി വലിയ മാസ് കാണിച്ച് റീലെടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റിനും അമേരിക്കയുടെ പുതിയ സംവിധാനങ്ങൾക്കും ഉണ്ടാക്കുന്ന നാണക്കേടെന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ട്രംപിന്റെ ഗവൺമെന്റിനോട് പന്നുവിനെ നൽകണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാരെയൊക്കെ ഞങ്ങൾ തിരിച്ചു സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അമേരിക്കയുമായിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ആ ഇന്ത്യ ഗവൺമെന്റ് മോദി സർക്കാർ ട്രംപിനോട് ആവശ്യപ്പെടുകയാണ്, ഇയാൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ്, ഇയാൾ ഇന്ത്യക്കെതിരെ നിരന്തരം ഭീകരവാദ ഭീഷണി മുഴക്കുന്ന ഒരാളാണ്, അയാളുടെ പൗരത്വം റദ്ദാക്കി നിങ്ങൾ അയാളെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടാൽ ട്രംപിന് അത് ചിലപ്പോൾ നിഷേധിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ പന്നുവിന്റെ ഓവർ സ്മാർട്ട്നെസ് ഇപ്പോ ട്രംപിനെ തന്നെ ചൊറിഞ്ഞുകൊണ്ട് ട്രംപിന്റെ ഒരു വേദിയിൽ കയറി മാറി നിന്ന് ഷോ ഇറക്കിയത് തീർച്ചയായിട്ടും ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും പന്നുവിനെ ട്രംപ് പൂട്ടിക്കെട്ടി ഇന്ത്യയിലേക്ക് തരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എങ്കിൽ അത് വേറെ ലെവലായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ശത്രുവാണ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന നിരോധിത സംഘടനയുടെ തലവനായിട്ടുള്ള ഗുർപന്ത്വങ് സിംഗ് പന്ന എന്നറിയപ്പെടുന്ന പന്നു. അപ്പൊ ഈ പന്നു തീർച്ചയായിട്ടും വൈകാതെ ചിലപ്പോ ഇന്ത്യൻ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടാനുള്ള സാധ്യതകളാണ് ഇതോടെ തെളിഞ്ഞിരിക്കുന്നത്. ഈ അണയാൻ പോകുന്ന തീ ആളി കത്തുമെന്ന് പറയില്ലേ, അതുപോലെയാണ് പന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ട് മാസ് കാണിക്കാൻ നോക്കിയത്. മിക്കവാറും ഇന്ത്യയിൽ കൊണ്ട് ടാസ് ആക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.